2015 വൈദികനാവുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നല്ല കുർബാന ചൊല്ലുന്നൊരു വൈദികനാവണം. പാട്ടിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ചെറുപ്പകാലം മുതൽ തന്നെ അച്ഛനാകാൻ വേണ്ടി ആഗ്രഹിച്ച്, ഇത് പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. TC ജോൺ അച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനാണ് എന്നോട്, നീ അച്ഛനാവണോടാ. അന്ന് എൻ്റെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. അങ്ങനെ അച്ഛനെ കാണിക്കാൻ വേണ്ടി അച്ഛൻ ചൊല്ലുന്നത് പോലെ വീട്ടിൽ വന്ന് ചിരട്ടയിൽ ചാക്കിയറട് കെട്ടി ധൂപക്കുറ്റിയാക്കുകയും ഏറ്റവും പുള്ളിയുള്ള ബെഡ്ഷീറ്റ് എടുത്ത് പുറത്തൂടിട്ട് കാപ്പയാക്കുകയും കിട്ടുന്ന അപ്പം തന്നെ തിന്നെ വയ്യാത്തതുകൊണ്ട് അമ്മയ്ക്കും അപ്പനും ആവശ്യം പോലെ വിളമ്പി കൊടുക്കുകയും പച്ചവെള്ളം കൊടുത്തിട്ട് വീഞ്ഞാണെന്ന് പറയുകയും അന്ന് തുടങ്ങിയ പരിപാടിയാണ്. അങ്ങനെ ഈ കുർബാനയെ ഭയങ്കരമായി സ്നേഹിച്ച് 2015 ഒരു വൈദികനാകുമ്പോൾ ഏറ്റവും നല്ല വൈദികൻ എന്നുള്ളത് എൻ്റെ വിചാരം നല്ല കുർബാന ചൊല്ലുന്ന വൈദികനാണ്. അതിനെനിക്ക് ഏറ്റവും ഇഷ്ടം ചൊല്ലുവാനുള്ള ഭാഗം പെസഹ വ്യാഴാഴ്ചത്തെ ശുശ്രൂഷക്രമമാണ്. ഞാനതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇത് വായിക്കും. നല്ല രസമാണ് അത് വായിക്കാൻ, നല്ല ഫീലാണ്. എന്നാൽ എനിക്ക് എപ്പോഴും ശരീരത്തിന് ഭയങ്കര ക്ഷീണം, വേദനകൾ അവിടെ ഇവിടെയായി. എൻ്റെ കുറ്റപ്പുഴ ജെറുസലേം മാർത്തോമയുടെ പ്രത്യേകത ധാരാളം ഡോക്ടേഴ്സുള്ള ഇടവകയാണ്. അത്യാവശ്യം എല്ലാ ഡോക്ടേഴ്സിനും എന്നോട് വളരെ സ്നേഹമാണ്, എനിക്ക് അവരോടും സ്നേഹമാണ്. ഞാൻ വലിയ കാര്യത്തിൽ അവരോട് ചെന്ന് പറയും, ഡോക്ടറെ ഇങ്ങനൊരു പ്രയാസമുണ്ട്, കാരണം ഞാൻ നിങ്ങളെപ്പോലെ ചില മാസികകളൊക്കെ വായിച്ചിട്ടുള്ളത് കൊണ്ട്. അപ്പോൾ ഡോക്ടർ പറയും, അച്ഛൻ ഈ കുറച്ച് ഓട്ടം ഒന്ന് കുറയ്ക്കുക. അച്ഛൻ ഈ കൂടുതൽ ഓടുന്നതുകൊണ്ട് ശരീരത്തിന് വിശ്രമമില്ലാത്തതുകൊണ്ടാണ്. എന്നെപ്പോലെ ഉറങ്ങുന്നൊരു മനുഷ്യൻ വേറെ ഇല്ലാതാണ്. എന്നാൽ വീണ്ടും വീണ്ടും പറഞ്ഞപ്പോൾ ഡോക്ടർമാരാരും അതിനെ അത്രമാത്രം ഗവനിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. കാരണം അവർക്കാണല്ലോ അറിവ്, എനിക്കല്ലല്ലോ. അങ്ങനെ ആയപ്പോൾ ഡോക്ടർ അല്ലെങ്കിലും ഞങ്ങളുടെ വീട്ടിൽ മെഡിസിൻ്റെ പേര് വായിക്കാൻ അറിയാവുന്നൊരു ഭാര്യ എനിക്കുണ്ട്. കാരണം അവൾ MSc നേഴ്സാണ്. ഞാൻ അവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, അത്യാവശ്യം കൊള്ളാവുന്ന ടെസ്റ്റെല്ലാം അങ്ങ് എഴുതുക, നമുക്ക് പോയി ട്രൈക്കെയറിലൊന്ന് നോക്കാം. അവൾ പഠിച്ചതും അവൾ കണ്ടതുമായ കുറേ ടെസ്റ്റുകൾ അവൾ എഴുതി. അങ്ങനെ ട്രൈക്കെയറിൽ ഡോക്ടർ ബോബി എന്ന് പറയുന്ന എൻ്റെ ഒരു സ്നേഹിതൻ്റെ അടുക്ക പോയി ഞാനിതെല്ലാം പറഞ്ഞ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒന്നിനു പോലും കുറവ് കിട്ടിയില്ല. പരീക്ഷയ്ക്ക് കിട്ടാത്ത മുഴുവൻ മാർക്കും എനിക്ക് ഈ ടെസ്റ്റിൽ കണ്ടു. 100 കുറഞ്ഞ ഒരു സാധനത്തിനും മാർക്കില്ല, എല്ലാം പ്ലസ്സാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം എത്ര നല്ലവനാണ്. കാരണം പരീക്ഷയ്ക്കോ തോറ്റുപോയി, ഈ ടെസ്റ്റ് വന്നപ്പോൾ എല്ലാത്തിനും ഫസ്റ്റ് ക്ലാസ്സിൽ ജയിച്ചിട്ടുണ്ട്. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ വാങ്ങിച്ച മാർക്ക് കൊണ്ട് ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞ്, അച്ഛൻ ഇതൊരു വല്ലാത്ത കണ്ടീഷനാണല്ലോ, അത് അച്ഛൻ ഇപ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന, നമുക്ക് അമൃതയ്ക്ക് നാളെ തന്നെ അങ്ങ് പോയേക്കാം. കാലം ചെയ്ത ജോസഫ് മാർത്തോമ അദ്ദേഹം എന്നോട് പറഞ്ഞു, എങ്ങും പോകുന്നില്ല, വെല്ലൂരിനെയും പോയാൽ മതി. അങ്ങനെ